എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫേസ് ടു ഫേസ് ടോക്ക് ആദ്യമായിട്ടാണല്ലേ. ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ആദ്യത്തെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ്. അവർക്ക് കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ട് എൻ്റെ മെസ്സഞ്ചറിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആവണേന് മുമ്പ് തന്നെ എന്നോട് എല്ലാവരും ചോദിക്കുന്നു മോണിറ്റൈസേഷൻ ആയോ, ക്യാഷ് കിട്ടി തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഇല്ല, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാനായിട്ടാണ് കേട്ടോ. ഈ കുറേ പേര് ചോദിച്ച ഡൗട്ട്സുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി എനിക്കറിയുന്നത് പോലെയുള്ള കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നമ്മൾ അത് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റണം. അങ്ങനെ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയാൽ മാത്രമാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ ആക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഇടുന്ന വീഡിയോസിനും ഫോട്ടോസിനും ഒക്കെ ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് ആദ്യത്തെ കാര്യം. അടുത്തൊരു ചോദ്യം, റീൽസ് മാത്രം ഇട്ടാലും നമുക്ക് മോണിറ്റൈസേഷൻ ആകുമോ? അങ്ങനെയല്ല, റീൽസും ഫോട്ടോസും നമ്മളിടുന്ന ഏതൊരു കാര്യത്തിനും നമുക്ക് പൈസ കിട്ടും കേട്ടോ. അപ്പോൾ എന്ത് നമ്മളിട്ടാലും ചിലർക്ക് ഇങ്ങനെ വേരി ചെയ്യും. ചിലർക്ക് റീൽസ് ഇട്ടാലാണ് കൂടുതൽ വ്യൂസ് കിട്ടുക, ചിലർക്ക് ഫോട്ടോസ് ഇട്ടാലും കൂടുതൽ വ്യൂസ് കിട്ടും. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് ഇഷ്ടം എന്താണോ ചെയ്യാനായിട്ട് അതിടുക. പിന്നെ കൂടുതൽ വ്യൂസ് ചെയ്തതിനാണെന്ന് നമ്മൾ മനസ്സിലാക്കുമല്ലോ, ഫോട്ടോസിലാണോ അല്ലെങ്കിൽ ഇത് വീഡിയോസിനാണോ എന്ന് മനസ്സിലാക്കുമല്ലോ. അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് വീഡിയോസ് ഇടുമ്പോഴാണ് കൂടുതൽ വ്യൂസ് കിട്ടുക. പക്ഷേ ഫോട്ടോസ് ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഡാഷ്ബോർഡിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരാഴ്ചയിൽ ഇങ്ങനെ നമുക്കൊരു ടാസ്ക് അവർ തരും. ആ ടാസ്കിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 പ്രാവശ്യം അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞപ്പോഴാണ് 3 ആഴ്ച ഞാനിത് ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിരുന്നു. പക്ഷേ ഇത് ഞാൻ കറക്റ്റായിട്ടൊരു 100% കംപ്ലീറ്റ് ആക്കി അങ്ങനെ വന്നത് കൊണ്ടിട്ടാണ് പെട്ടെന്ന് എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇതിനെപ്പറ്റി പറയപ്പെടുന്ന ഒരു ക്രൈറ്റീരിയ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്ക് യൂട്യൂബിലാണെങ്കിൽ ക്രൈറ്റീരിയ ഉണ്ട്, 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവണം, 4000 വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആവണം. അങ്ങനെയാണ് യൂട്യൂബിൻ്റെ ഒരു ക്രൈറ്റീരിയ. പക്ഷേ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. പലർക്കും പല രീതിയിലാണ്. ഇപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിൻ്റെ നമ്പറിനനുസരിച്ചായിരിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. എന്നേക്കാളും കുറവ് ഫോളോവേഴ്സ് ഉള്ളവർക്കും എന്നേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളവർക്കും ഒക്കെ മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഡെയിലി വീഡിയോസ് ഇട്ടാൽ മാത്രമാണോ മോണിറ്റൈസേഷൻ ഓൺ ആവുള്ളൂ? ഡെയിലി വീഡിയോസ് ഇടുന്നത് നല്ലതാണ്. പക്ഷേ ഏറ്റവും നല്ലൊരു കാര്യം എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുക. ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നമ്മൾ FBയിൽ ആക്റ്റീവ് ആണ് എന്ന് തോന്നിപ്പിക്കുക. അങ്ങനെ ഫേസ് കാണിച്ചൊക്കെ വീഡിയോ ഇട്ടാൽ മാത്രമാണോ കണ്ടന്റ് മോണിറ്റൈസേഷൻ ആവുള്ളൂ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ കുക്കിങ്ങോ ഗാർഡനിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീനൊക്കെ ഫേസ് കാണിക്കാതെ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താലും മോണിറ്റൈസേഷൻ ഓൺ ആവും. അതിലൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും സെറ്റ് ചെയ്യണ്ട കേട്ടോ. പ്രൊഫഷണൽ മോഡലാണ് ചെയ്യണതെങ്കിൽ അവർ തന്നെ നമ്മളെ അറിയിക്കും. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അറിയിച്ച് കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഓൺ ആയപ്പോഴത്തേക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയപ്പോൾ എങ്ങനെയായിരുന്നു ഫീലിങ്സ് എന്ന്. എന്താ പറയുക, സന്തോഷമല്ലേ? നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് കഷ്ടപ്പെട്ട് ഒരു രൂപ നമുക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും എല്ലാവരെയും പോലെ അഭിമാനം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു. ഇനി പൈസ കിട്ടിയില്ല കേട്ടോ, കയ്യിലേക്ക് കിട്ടുമ്പോൾ ഇതിലും സന്തോഷം ഉണ്ടാവും. അപ്പം സന്തോഷമാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലോ മെസ്സേജിലോ ഒക്കെ ചോദിക്കാം കേട്ടോ. ഞാൻ പറ്റുന്നത് പോലെ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.